വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചേലക്കര ലയൺസ് ക്ലബ്ബും ബസ് തൊഴിലാളി യൂണിയനും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി മാർച്ച് 7 ശനിയാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക എന്ന് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ, സെക്രട്ടറി ശശികുമാർ, ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി KS ഷാനവാസ്, അഹല്യ ഫൗണ്ടേഷൻ മാർക്കറ്റിംഗ് മാനേജർ N ശിവപ്രകാശ് എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര ലയൺസ് ക്ലബിന്റെ സർവീസ് പ്രോജക്റ്റുകളുടെ ഭാഗമായി മാർച്ച് 7 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പ് നടത്തുകയാണ്. അത് അഹല്യ കണ്ണാശുപത്രിയുമായി ചേർന്നാണ് ഈ പ്രാവശ്യം നമ്മൾ ക്യാമ്പ് നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഹല്യ കണ്ണാശുപത്രി കടന്ന ഒരു 20-25 വർഷമായിട്ട് പബ്ലിക്കിനായിട്ട് സൗജന്യ തിമിര രോഗ നിർണയ ക്യാമ്പുകളും നിർവഹിച്ചുകൊണ്ട് അതിൽ കിട്ടുന്ന അർഹതരായപ്പെട്ട തിമിര രോഗം ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് സൗജന്യമായി നമ്മൾ കണ്ണാശുപത്രിക്ക് കൊണ്ടുപോയിട്ട് സൗജന്യമായ ശസ്ത്രക്രിയ, ഭക്ഷണം, താമസം എല്ലാം കൊടുത്തുകൊണ്ട് പിറ്റേ ദിവസം തിരിച്ചു കൊണ്ടുവന്ന് എവിടെ നിന്ന് പിക്ക് ചെയ്തു അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സൗകര്യമാണ് നമ്മളെല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ലയൺസ് ക്ലബ്ബും ബസ് യൂണിയൻ പോലെയുള്ള തൊഴിലാളി സംഘടനയോട് കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ തൃശ്ശൂർ ലയൺസിൽ നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ ചെയ്തിട്ടുണ്ട്. ചേലക്കര ഭാഗത്തും ലയൺസിൻ്റെ കൂടെ സംയുക്തമായിട്ട് ഇന്ന് ക്യാമ്പുകൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഈ കാര്യം പൊതുജനങ്ങളെ, ചേലക്കര പൊതുജനങ്ങളെ എല്ലാവർക്കും നല്ല രീതിക്ക് അറിയിച്ച് ഈ വരുന്ന ക്യാമ്പിൽ കൂടുതൽ പങ്കാളിത്തം പൊതുജനങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ് നമ്മളിവിടെ വിളിച്ചത്. അപ്പോൾ പ്രസ് മീറ്റിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാ ജനങ്ങളെ അറിയിച്ച് കൂടുതൽ പേഷ്യൻസ് നമ്മൾ 7 തീയതി വരുന്ന ക്യാമ്പിൽ കൂടുതൽ പേഷ്യൻസ് എത്തിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അർഹതപ്പെട്ട എല്ലാ പേഷ്യൻസിനും നമ്മൾ തിമിര രോഗ നിർണയം ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് സൗജന്യ ശസ്ത്രക്രിയയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ആയുഷിൻ്റെ കാർഡുകളും ഇൻഷുറൻസ് കാർഡുകളും ഉള്ളവർക്കും നമ്മൾക്ക് ഈ ക്യാമ്പിലൂടെ സർജറി ചെയ്യാവുന്നതാണ്. ഈ തിമിര രോഗ നിർണയ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഏത് പേഷ്യൻറ്റിനും കാർഡുകൾ ആവശ്യമില്ല, ഇൻഷുറൻസ് കാർഡുകൾ ഏതും ആവശ്യമല്ല, അതൊരു ക്രൈറ്റീരിയ അല്ല, എല്ലാവർക്കും സൗജന്യമാണ്. അതിൽ RSBY കാർഡ് ഉണ്ട്, എനിക്ക് RSBY ത്രൂ ചെയ്യണം ഇല്ലെങ്കിൽ ആയുഷ് ത്രൂ ചെയ്യണം എന്നുള്ള പേഷ്യൻസിന് മാത്രം അത് നമ്മൾ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്യാവുന്നതാണ്. ലയൺസ് ക്ലബിൻ്റെ ഇപ്പോൾ ഒരു 7 തീയതിക്കൊരു കണ്ണ് പരിശോധന ക്യാമ്പ്, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. അത് അഹല്യ ഫൗണ്ടേഷനായിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവരുടെ മാർക്കറ്റിംഗ് മാനേജർ ശിവപ്രസാദ് പറഞ്ഞു കഴിഞ്ഞു. എനിക്കതിൽ ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഈ വർഷം ഞങ്ങളുടെ ലയൺസ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ്. ജൂലൈ മുതൽ ഇതുവരെ 9 ക്യാമ്പ് നമ്മൾ നടത്തി കഴിഞ്ഞു. ഏകദേശം ഇതേ ക്രൈറ്റീരിയ വെച്ച്, മാനദണ്ഡങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്, ഇനി തൊട്ട് നമ്മൾ അഹല്യ ഫൗണ്ടേഷനായിട്ട് സഹകരിച്ചാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മാസത്തിലും ഉണ്ടാവും, ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്യും. എല്ലാ മാസവും ഇതുപോലെ ഇതേ മാനദണ്ഡങ്ങൾ ഇതേ വെച്ച് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രീ സർജറി റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ്. അത് ഇവർ സെലക്ട് ചെയ്യുന്ന പേഷ്യൻറ്റിന് ബ്ലഡ് ടെസ്റ്റ് ഞങ്ങൾ തന്നെ ലയൺസ് ക്ലബിൻ്റെ ചിലവിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പേഷ്യൻറ്റിന് 1 രൂപ പോലും ചിലവാകാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലയൺസ് ക്ലബ്ബ് മറ്റ് മേഖലകളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 10 പേർക്ക് ഫ്രീ ആയിട്ട് തയ്യൽ മെഷീൻ പാസ്സായിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി തരുന്നതാണ്. അത് 10 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച്, ചേലക്കര പഞ്ചായത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ കണ്ട് എത്തിക്കഴിഞ്ഞാൽ അർഹരായ കുടുംബത്തിലുള്ള കുടുംബശ്രീ പോലെയുള്ള ആളുകൾക്കാണ്, അവർക്ക് അറിയാവുന്ന നിർധനരായ സ്ത്രീജനങ്ങൾക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏകദേശം 50ഓളം എയർബെഡ് കിടപ്പ് രോഗികൾക്ക് ലയൺസ് ക്ലബ്ബ് നേരിട്ട് അർഹരെ കണ്ടുപിടിച്ചു പഞ്ചായത്ത് റെഫറൻസ് വരുന്നതനുസരിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബ് ചേലക്കര എല്ലാ സർവീസ് മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്ത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ലയൺസ് ക്ലബ്ബിനെ കോൺടാക്ട് ചെയ്യാം. ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ സൗജന്യ
തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഈ വർഷം തന്നെ ഞങ്ങൾ 9 ചെയ്തു കഴിഞ്ഞു. ഇത് 10ാമത്തെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ധൈര്യമായി സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. രോഗികൾക്ക് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമ്പത്തിക ബർഡനോ വരാണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആളുകൾ ഇതിൽ പങ്കെടുക്കുക. കണ്ണ് പരിശോധനയുണ്ട്. തിമിര ശസ്ത്രക്രിയ മാത്രമല്ല, കണ്ണിൻ്റെ മറ്റുള്ള അസുഖങ്ങളുള്ള ടെസ്റ്റും അതിൻ്റെ രോഗനിർണയവും ഇവർ നടത്തുന്നതായിരിക്കും. ഈ പ്രാവശ്യം നടത്തുന്നത് മാർച്ച് 7-ാം തീയതി 10 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയാണ് നമ്മൾ ആ രജിസ്ട്രേഷനും ഈ പ്രവർത്തനവും നടത്താൻ പോകുന്നത്. അത് ചേലക്കര ബസ് സ്റ്റാൻഡിലുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരിക്കും. ഞങ്ങളോട് സഹകരിക്കുന്നത് ചേലക്കര മേഖലയിലെ ബസ് തൊഴിലാളി യൂണിയനാണ്. അതിൻ്റെ സെക്രട്ടറി ഷാനവാസ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ സംരംഭം ഏറ്റവും നന്നായി നടത്താൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും നാട്ടിലുള്ള ജനങ്ങളുടെയും സഹകരണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അടുത്ത മാസം മുതൽ ചേലക്കര വിശപ്പ് രഹിത ചേലക്കരയായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വിശക്കുന്ന ആർക്കും ചേലക്കര ബസ് സ്റ്റാൻഡിൽ ഞങ്ങളൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. ആർക്കും അവിടെ സൗജന്യമായി ഭക്ഷണം കഴിക്കാം. അതിനുള്ള സൗകര്യം ഉച്ചഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അത് ലയൺസ് ക്ലബും ഈ പറയുന്ന ബസ് തൊഴിലാളി യൂണിയനുമായിട്ട് സഹകരിച്ചിട്ടാണ്. മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ 365 ദിവസം ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലയൺസ് ക്ലബും പിന്നെ അതുപോലെ തന്നെ ബസ് തൊഴിലാളി യൂണിയനുമായിട്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചേലക്കര ഒരു വിശപ്പ് രഹിത ചേലക്കരയായി പ്രഖ്യാപിക്കാൻ വേണ്ടി ചേലക്കര ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഈ ഒരു പ്രസ്ഥാനം കൂടെ ആരംഭിക്കാൻ. മിക്കവാറും അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം കഴിഞ്ഞു. ലൈസൻസും കിട്ടിക്കഴിഞ്ഞാൽ മെയ് ജൂൺ ആയിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൺസെപ്റ്റാണ് വിശപ്പ് രഹിത ചേലക്കര എന്നുള്ളത്. ചേലക്കര പഞ്ചായത്ത് നമുക്ക് അവരുടെ ഭാഗത്തുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കുന്നു. ഇത്രയാണ് ലയൺസ് ക്ലബിനെ കുറിച്ചും ഈ വരുന്ന മറ്റന്നാൾ, അതായത് 7-ാം തീയതിയുള്ള കണ്ണു പരിശോധന ക്യാമ്പിനെ കുറിച്ചും പ്രത്യേകമായിട്ട് പറയാനുള്ളത്. വല്ലാത്തൊരു നിർവൃതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ മാനസികാവസ്ഥ. പ്രത്യേകിച്ച് ലയൺസ് ക്ലബും പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയനും ചേർന്ന് ഏകദേശം ശശിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ 7ാമത്തെ ക്യാമ്പാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിൽ ഈ സമൂഹ നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ബസ് തൊഴിലാളി യൂണിയനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ലയൺസ് ക്ലബ്ബ് അതുപോലത്തെ ക്ലബ്ബുകൾ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം കൂടിയാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ സെക്രട്ടറി ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു വിശപ്പ് രഹിത ചേലക്കര എന്നൊക്കെ പറഞ്ഞ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ദിവസം, ചിലപ്പോൾ 5 ദിവസം പോലും ലയൺസ് ക്ലബ്ബ് നമ്മളെ പൂർണ്ണമായിട്ട് താലൂക്ക് ആശുപത്രിയിലെ ഭക്ഷണത്തിന് സഹായിക്കുന്നുണ്ട്. കുറച്ച് ഉടമസ്ഥന്മാരുണ്ട്, കുറച്ച് തൊഴിലാളികളുണ്ട്, 15-16 പേരുണ്ട്. എന്തായാലും ഒരു ദിവസം പോലും മുടങ്ങാതെ അത് ചെയ്യുന്നു. ഇപ്പോൾ അഹല്യയായിട്ട് ഇങ്ങനൊരു ക്യാമ്പും കൂടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. അതിൽ അഹല്യയുടെ മാനേജിങ് പാർട്ണർ വിട്ടുപോയൊരു കാര്യമുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേത്രദാനത്തെക്കുറിച്ചൊരു ആലോചനയുണ്ട്. നേത്രദാനം. അപ്പം അതിൻ്റെ സമ്മതപത്രം ഒപ്പിടിച്ച് കുറച്ച് പേരെ നേത്രദാനത്തിനുള്ള ഒരു പരിപാടിയും കൂടി ലയൺസ് ക്ലബും പ്രൈവറ്റ് ബസ് തൊഴിലാളികളും കൂടി ആലോചിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളിലെ മാധ്യമങ്ങളിലെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഇപ്പോൾ ഈ വിശപ്പ് രഹിത ചേലക്കര എന്തായാലും ജൂണോടുകൂടി യാഥാർത്ഥ്യമാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതെന്തായാലും നിങ്ങളെ അറിയിക്കും. അത് നമ്മൾ മുടങ്ങാതെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്യാം. ഒരു നേരത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് ഒരാളും വിശന്നിട്ട് കാശില്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു അവസരം വരരുത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രമാത്രം നമ്മൾ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളും കുറേ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാലും ജൂണോടുകൂടി അല്ലേ ചേട്ടാ, ജൂണോട് കൂടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം വിശപ്പ് രഹിത ചേലക്കരയ്ക്ക് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നേത്രദാനം ഇപ്പോൾ നമ്മൾ നേത്ര പരിശോധനയാണ് ഇപ്പോഴത്തെ ക്യാമ്പിൽ, മറ്റന്നാൾ 7-ാം തീയതിയിലത്തെ ക്യാമ്പിൽ ഉദ്ദേശിക്കണമെങ്കിൽ കൂടി ഒരു നേത്രദാനത്തിന് വേണ്ടിയിട്ടുള്ള സമ്മതപത്രം മേടിച്ച് മരണാനന്തരം, അതുപോലെ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകൾ അവയവദാനത്തിൽപ്പെട്ട പോലെ തന്നെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ബസ് തൊഴിലാളി യൂണിയനും ലയൺസ് ക്ലബ്ബുമായി ചേർന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്തായാലും മുഴുവൻ സമയവും
മുന്നിട്ടിറങ്ങും. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.